കഷ്ടം ഒരു മിനിറ്റ് ആരൊക്കെയോ ഹലോ ഹലോ മിസ്റ്റർ വാസു എവിടെയുണ്ട്? ഗ്യാങ്സിന്റെ ഫ്രണ്ടിലെത്തി. ഓ യുയിലോട്ട് വരുമോ? ഓക്കെ 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 ഓക്കെ. ഹലോ 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 അണ്ണാ. ആ പറഞ്ഞോ. ഞാനാ കെവിന്. അണ്ണാ R34 ഒന്ന് കൊന്ന് ഡെഡ് ബോഡി ഗ്യാങ് ഹൗസിലുണ്ട്. അവര് സൂപ്പർ. പെട്ടെന്ന് വേട്ടാ. ഓജിയിലെ ആൾക്കാരെ വിട്ടോ? അതിപ്പോ വാറ വിളിക്കും അവര്. എന്ത് ചെയ്യണം? നിന്റെ പഴയ ചെറിയ വീടല്ലേ? തള്ളക്കിളിയുമായി പഴയ വീടല്ലേ? അവന്റെ കൂടെ വീട്ടിൽ കയറി പോയി കിടന്ന് ഉറങ്ങണ മൈജെ. പോ 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 പോ. അവനെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഗ്യാങ് ഹൗസിൽ. വാ. താലോലിന്ന് വിളിച്ച ഫ്ലഫീനെ. അവൻ താലോലിന്ന് വിളിച്ചാ? ഫ്ലഫീനെ വിളിച്ച് വിളി കേട്ട് അടിച്ചം കിട്ട്. ഗ്യാങ് ഹൗസിൽ ഉണ്ട് ബോഡി. പെട്ടെന്ന് വാ. വാ വാ. ഓജി ഇപ്പൊ വാറ വിളിക്കും. നമുക്കൊരു 30 പേര് ഇറക്കി 15 പേര് R34, 15 പേര് ഓജി അങ്ങനെ വിട്ടാലോ? ഓ അങ്ങനെ എല്ലാ R34ന്റെ ലീഡർ പറയുന്നത് പഴയ ലീഡർ പറയുന്നത് ഞാൻ അത് റെസ്പെക്ട് ചെയ്ത് കളിക്കാം. ഞാൻ ഇങ്ങനെ കുനിഞ്ഞു കുമ്പിട്ട് കെവിൻ സർ വെച്ചേട്ടാ പോടാ. താരദാസിന്റെ കാര്യം ഞാൻ ഏറ്റു. അല്ല താരയുടെ കാര്യം ഞാൻ ഏറ്റു. ബൽറാമിന്റെ കാര്യം ഞാൻ ഏറ്റു. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ താരെ വിളിക്കാം. എന്റെ നമ്പർ 3333. ഒരു മെസ്സേജ് ഇട്ടിട്ട് നേരെ കേട്ടാ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം പരന്തുവാസി. അയ്യോ ഒരു മിനിറ്റ്. ഹലോ 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 നിങ്ങളാണോ കാണണമെന്ന് പറഞ്ഞേ? ഓ എന്തായിരുന്നു ബ്രോ? സിറ്റുവേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് വന്നാ പറയോ? മതിയോ? ഒരു അർജന്റ് സിറ്റുവേഷൻ ആണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാവേ. ലൈവിന് 240 കോപ്പിറൈറ്റ് കിട്ടി. എന്താന്ന് അറിയത്തില്ലെന്നോ? 240 കോപ്പിറൈറ്റോ? എന്തി അവന്മാർ എന്തി എന്നിട്ട് പോയോ? ദൈവത്തെ വിളിച്ചു പറ. ഈ പൊണ്ടച്ചികൾ ഇങ്ങനെ കളിക്കണ്ട. ഇവിടെ കൊറേ ഇത് അമ്മമാർക്ക് അമ്മമാരുടെ വീഡിയോമോ അണ്ടിയും എല്ലാം ഇത് മാത്രം. എല്ലാം ഒന്ന് കണ്ണൻസ് റാങ്ക്. അതുപോലൊരു പുണ്ടച്ചി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു അവരടുത്ത് ഓൾറെഡി പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞില്ല. അവരൊന്നും പറഞ്ഞു. അല്ല ഞാൻ മറ്റു വേറൊരു കേസ് സംസാരിക്കാൻ പോയപ്പോ അവര് പറഞ്ഞു വാറ വിളിക്കേണ്ട പേര് പറഞ്ഞു എന്റെ അടുത്ത്. ഹോൾഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാൻ. അല്ലല്ല ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ R34 മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക R34 ടെക്സാസ് ഇവരിലൊക്കെ മാത്രം പ്രത്യേകം കണ്ടുവരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ കാണിക്കുന്ന കോമൺ ഊമ്പിത്തരങ്ങളുണ്ടല്ലോ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യും. അവനറിയാം ഇപ്പൊ കാണിച്ചത് ഊമ്പിത്തരമാണെന്ന്. കണ്ടോ? അതായത് അവൻ ഓൾട്ടഫോർ അടിച്ചു പോയി, FIR അടിച്ചു പോയി. അവനറിയാം. അവന്റെ റെസ്പോൺസ് കണ്ടോ? ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലായോ? സ്ഥിരം പരിപാടി ചെയ്ത് സ്ഥിരം 5 മിനിറ്റ് നമ്മൾ 2 ഗ്യാങ് പോയി അവന്മാർക്ക് മര്യാദ ചോദിച്ചു സിറ്റുവേഷൻ എടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഇന്ന് ആടിയോ ഞാനിട്ടില്ല. അവന്മാർ KBC എന്ത് ചൊറിയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരി നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ ഓറിജിനൽ ഫ്ലീക്ക് വന്നപ്പം അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നു R34ന്റെ. ഓക്കെ നമ്മൾ വന്ന് അതിനുശേഷം നമ്മൾ കറക്റ്റ് 5 ഹൈനൊക്കെ ആയിട്ട് കണക്കും തെറ്റിക്കാണ്ട് തിരിച്ച് അങ്ങോട്ട് പോയി. ചുമ്മാ കറങ്ങാൻ വേണ്ടി പോയതാ. റൈഡ് പോണോല അവിടെ എല്ലാരും പോയിട്ട് ഒരു പയ്യെ മാത്രം നിൽക്കണം R34. അവന്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ച് ബ്രോ എന്തൊരു ഒറ്റ നിൽക്കുന്നതെന്ന്. അവൻ കുറെ നനങ്ങാണ്ട് കേട്ടാ. എന്നിട്ട് അവൻ തിരിച്ചു വന്ന്. അപ്പൊ അവന്റെ വീണ്ടും അടുത്ത് പോയപ്പോ എന്റെ വണ്ടിയും തട്ടിയവനാ. അന്നേരം എനിക്ക് ഭയങ്കര സമ്പർക്കമാണ്.
എന്റെ സ്ക്രീൻ തട്ടി ജോലും ഇല്ല, അവൻ തെറിച്ചങ്ങ് പോയി. എന്നിട്ട് അവൻ റേഡിയോ കൊടുക്കും, ടി വി കൊടുക്കത്തെ കാര്യം ടി വി ചൊറിയാ പറഞ്ഞു. ഞാൻ അവന്റെ അടുത്ത് മനഃപൂർവ്വം തട്ടിയതൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവൻ കുറച്ച് ടോണിൽ ആ ശരി മനസ്സിലാവുന്നോട് നല്ല നാച്ചുറൽ ആയിരുന്നു മകൻ. അപ്പൊ ഞാൻ അവൻ ശരി തട്ടി തന്നെ നിനക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടാന്ന് വെച്ച്. അപ്പൊ അവൻ പറഞ്ഞു നീ നിനക്കല്ലോ ചോദിക്കാണ്ട് നിങ്ങോട്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഫേസ് ക്യാം ഓഫ് ചെയ്യാം, അലർജി കൂടി. ഒരു കാര്യമില്ലാണ്ട് സഫി സംസാരിച്ചു തുടങ്ങി നേരെ മുഖത്ത് നോക്കി പിന്നെ അവന് ഇപ്പൊ മറ്റേ ജി അടിച്ചപ്പോ EMS ഇല്ലാത്തോണ്ട് റീസ്പോൺ ആയതാ. അപ്പൊ നമുക്കിപ്പോ ആളെ കിട്ടേണ്ടതാണ്. അപ്പൊ അവൻ ചത്തെടുത്തായും കൊന്നടുത്ത് ഒന്നേ ഉള്ളു, 2 ദിവസമായതേ ഉള്ളു എന്നിട്ട്. ഓക്കെ അല്ലേ? സെറ്റ്. അല്ല ഞാൻ ചോദിക്കട്ടെ എന്താന്ന് ക്ലിയർ ചെയ്തിട്ട് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓജി അവന്മാർക്ക് വിളിക്കണ്ടെങ്കിൽ പിന്നെ നമുക്ക് അണ്ണാ ഞാന് അവന്മാർ എടുത്ത് മലയാളത്തിൽ ഞാൻ ഈ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ അവിടുത്തെ ലീഡറെ അടുത്ത് ചോദിച്ചു സിറ്റുവേഷൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മനസ്സിലായി? ഒന്നും മിണ്ടാതെയാണ് ഇവിടെ നിന്ന് പോയത്. അഥവാ ഓക്കെ ബ്രോ നമ്മൾ വാറ് വിളിക്കാൻ പറയേണ്ടതാണ്, ഇവന്മാര് ഒന്നും പറയാതെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു സിറ്റുവേഷൻ ഇല്ല ലൈക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലായിടത്തും പറയാൻ സിറ്റുവേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം R34 സിറ്റുവേഷൻ വന്നത് ഇങ്ങോട്ട് അവന്മാര് വന്നത്. മനസ്സിലായി? എന്നിട്ട് ഇപ്പൊ വിളിച്ചിട്ട് പറയുവാണ് അവന്മാർക്ക് വാറടിക്കണം. ഇപ്പൊ വിളിച്ചിട്ടോ ഓജിയോ? ഓജി വിളിച്ചിട്ട് അവന്മാർക്ക് വാറടിക്കണം. അപ്പൊ ആ സിറ്റുവേഷൻ ഇടയിൽ R34 അടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പണി കിട്ടും. അതിനെ ക്ലിയർ ചെയ്തിട്ട് വേണം പോവാൻ. മനസ്സിലായോ? ഈ സിറ്റുവേഷൻ ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ നമ്മൾ മര്യാദക്കുള്ള സിറ്റുവേഷൻ തന്നെ അവന്മാർ ഇങ്ങോട്ട് ഒന്ന് തള്ളക്കി വിളിച്ചു ക്ലഫീനെ. പിന്നെ ഹോസ്റ്റ് ആക്കിയപ്പോ ഇവിടുന്ന് അവന്റെ റീസ് മോഡിച്ച് പോവുകയും ചെയ്തു. ശോകം സിറ്റുവേഷൻ ഇത് എടുക്കണ്ട. ഇവിടെ അല്ലേ കാണുന്ന സാൻഡി. നിങ്ങള് രണ്ടുപേരല്ലേ പോകും? 3 പേരാ? ഇപ്പൊ ഞാന് ഒരു വണ്ടി എടുത്ത് സരക്കെ വാടാ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോ നിങ്ങള് വണ്ടിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിക്കുക. ഇറങ്ങണ്ട, ഇവിടെ തന്നെ നിന്നാൽ എനിക്ക് അലർജി ഉണ്ടെന്നോ? ആ എടാ ഇത് നല്ല സീനായി. എനിക്ക് അലർജി ഇത് കൊണ്ട് കാണിക്കണം അല്ലേ? ഷോകോ അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയാം സരക്കെ എടാ അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ നിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ വെളിയിലിറങ്ങിയ ഒരു വണ്ടി മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യും. അറിയാലോ, ശുദ്ധ തന്തയില്ലാത്തവന്മാരാ. മെറ്റ അടിച്ചു തന്നെ വരും. ശുദ്ധ തന്തയില്ലാത്തവന്മാരാണ്. മെറ്റ അടിച്ചു തന്നെ വരും. ഇവന്മാരുടെ പേര് തന്നെ അറിയാലോ. മെറ്റ 34 എന്നാണ്, സറണ്ടർ 34 എന്നൊക്കെയാണ് ഇവന്മാരുടെ പേര്. അതുകൊണ്ട് അറിയാലോ. എല്ലാ എണ്ണം വണ്ടി എടുത്തു വാ. എന്നിട്ട് നിങ്ങൾ മാത്രം മീറ്റിങ്ങിന്റെ തൊട്ട് വെളിയിൽ വെയിറ്റ് ചെയ്യും. അല്ല ഈ പുണ്ടച്ചികൾ ഒരു സംശയമില്ലാതെ ഞാൻ പറയാം, അങ്ങനെ ചെയ്യുന്നവന്മാരാണ്. അതുകൊണ്ട് എല്ലാവരും വണ്ടി എടുത്തു വാ. മൊത്തം അവന്മാർ വണ്ടി എടുത്തു വാ. വണ്ടി എടുത്തിട്ട് വെളിയിൽ നിൽക്കാം. ആ അതെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവന്മാർക്ക് ഈ ഓസി പറഞ്ഞ് ഇത് ഈ സ്രാങ്ക് പുണ്ടച്ചിയുടെ ഒക്കെ ഉണ്ടല്ലോ, മറ്റേ അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച സാധനം ലൈവിൽ അങ്ങ് കേൾപ്പിക്കണം. ഇവന്റെയൊക്കെ കഴപ്പിന് ഇതുപോലത്തെ ഒരു ഓസി പറയണമാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. എന്ത് പറഞ്ഞാലും ഓസിയാണ്, തെറിവിണിയാണ്, തള്ളക്കി വിളി. ഇതെന്തോ ഫ്രസ്ട്രേഷൻ ആണ് ഈ R34. ഇവന്മാർക്ക് RP കളിക്കൊന്നും വേണ്ട. ഇതുപോലൊരു ഊമ്പിയ ഗ്യാങ്. എടാ ഏത് വണ്ടിക്കകത്താ പോണേ? വന്നേ സരക്കെ വാടാ. ആ ഓക്കെ വരുന്നത്.
എടാ ഫ്രണ്ടിലത്തെ വണ്ടി ഫ്രണ്ടി ഇറങ്ങി ഈ വണ്ടിയിൽ ആരൊക്കെയാ? അക്സെപ്റ്റഡ് ഇട്ടിട്ട് നേരെ ആക്സെപ്റ്റ് ഇട്ട് പോ. ഇങ്ങോട്ടോ എല്ലാരും ഇവിടെ എല്ലാരും ഇല്ലടാ ഒരുമിച്ചോ. എവിടെ ബാക്കി വണ്ടികൾ എവിടെ? വാ ബാക്കിയുള്ളവരെ കേറി ആ ഗ്യാങ്ങിനെ ഓമ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കുറെ പൊണ്ടച്ചികൾ കയറി. സത്യം ബ്രോ, സത്യം പറയാം. നേരത്തെ R34 ഒന്നും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതെന്തോ മെന്റൽ ഫ്രസ്ട്രേഷൻ ആണിത്. കെവിൻ വാസ് റൈറ്റ്. അതെ സത്യം. പൊക്കോണ്ടിരിക്കുന്നു. ഇറ്റാച്ചി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. യൂണിവേഴ്സൽ ഡാറ്റ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. ലൈക്ക് അടിക്കണേ. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കാത്തവർ ഡു ടേക്ക് മെമ്പർഷിപ്പ് പ്ലീസ്. പഴയ R34 പ്രോപ്പർ കൺപവർ ആയിരുന്നു ബ്രോ. പ്രോപ്പർ കൺപവർ മാത്രമല്ല, അതൊരു നല്ല കോർഡിനേറ്റഡ് ഗ്യാങ് ആയിരുന്നു. സത്യം പറയാലോ. ഞങ്ങളവിടെ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറയാം. നിങ്ങൾ മേളിൽ നിൽക്കുക. വെയിറ്റ് ചെയ്യാം അവിടെ. അതിന്റെ അപ്പുറത്തെ മലയുടെ അവിടെ 15 പേര് നോക്കണ്ട. അത് നോക്കാൻ പറ. സിറ്റുവേഷൻ ഒന്നും ആയില്ലല്ലോ. എന്തായാലും വീഡിയോ ഒന്നുമില്ല അവിടെ. 15 പേര് വരുമൊന്നുമില്ല. വെയിറ്റ്. സിറ്റുവേഷൻ ആയിട്ടില്ല. സിറ്റുവേഷൻ ആവുമ്പോ 15 പേര് ഇടാം. അയ്യോ, ഈ പണ്ടാര അലർജി എന്നെ കൊണ്ട് പോകട്ടോ. കാരണം എന്താ എടുക്കാത്ത ബ്രോ? അതിന് സ്പീഡ് കൂടുതലുണ്ടെന്ന് പറയണ അവര് പറയണ സ്പീഡ് കൂടുതലുണ്ട്. അതുകൊണ്ട് എന്താടാ OG ഡ്രോപ്പ് യുവർ നമ്പർ എന്ന് ഷോക്ക് അടിച്ച് മരിച്ച പുണ്ടച്ചി. ഷോക്ക് അടിച്ച് മരിച്ചവൻ നീ OG എടുത്ത് നമ്പർ ചോദിക്കട്ടാ. നമ്മുടെ അടുത്തൊന്നും മറ്റേ ഇതാക്കാൻ ഷോക്ക് കൊണ്ട. ബ്ലൈൻഡ് പാപ്ല ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. പ്രശാന്ത് ബാബു ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ബ്രോ നമ്മുടെ സിറ്റുവേഷനിലുള്ള സ്നൈപ്പ് കൂടി വരട്ടെ. എന്നിട്ട് സംസാരിക്കാം. ഒരാളുടെ ആണ് എന്നെ വിളിച്ചാ? ബ്രോ ഒരു ഷോക്ക് അടിച്ച് മരിച്ച പുണ്ടച്ചി ഇപ്പൊ നിങ്ങളെ ഫോൺ വിളിക്കും കേട്ടോ. അതാ പുള്ളി അവരുടെ അടുത്ത് സംസാരിച്ചേരെ. നിങ്ങൾക്ക് ഈ വാർ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടാ. കണ്ട ഇവന്മാരുടെ ഈ അച്ചികളുടെ അടുത്തും സംസാരിക്കാൻ വയ്യ. അതുകൊണ്ടാ ഇത് ഇവന്മാരതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കയറി വരുന്നുണ്ട് ഈ R34. ഓ അല്ല, അതാ നമ്മുടെ ഒരാളുടെ വരുന്നുണ്ട്. അതൊന്ന് സംസാരിച്ചിട്ട് ജസ്റ്റ് എന്താ സംസാരിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ടൈമിൽ നീ പറഞ്ഞതിന്റെ ഓക്കെ അപ്പൊ നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ ബ്രോ ഒരു 15 മിനിറ്റ് വിളിക്കണേ. അല്ലെങ്കിൽ നമ്മള് സിറ്റുവേഷൻ എടുക്കുന്നില്ല കേട്ടോ. 15 മിനിറ്റ് വിളിക്കണേ. വിളിക്കുവാണെങ്കിൽ 15 മിനിറ്റ് വിളിക്കണം. ഞങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇത് വൃത്തി ഇതാക്കാൻ വയ്യ. അല്ലെങ്കിൽ ഇവന്മാര് മറ്റവന്മാർ അതിന്റെ ഇടയ്ക്ക് കയറി വരികയും ചെയ്യും. വാ മറ്റേ തീട്ടങ്ങളുടെ കഴപ്പൊക്കെ തീരും കേട്ടാ. മറ്റവന്മാരുടെ എന്തായാലും ഇവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ് അവന്മാര്. വാ കേറി. സിമ്പിൾ സിറ്റുവേഷൻ. വേറെ ഇനി അവിടെ വന്ന് ചീത്ത വിളിക്കാനും പോകേണ്ട ആവശ്യമില്ലല്ലോ.
അവര് ന്യായമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, തെറിവിളിയായി, അവരെ ഹോസ്റ്റേജ് ആയി. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ഹോസ്റ്റേജ് എടുത്താൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഗ്യാങ് എന്തോടാ? അയ്യോ ഞാൻ അവിടെ നിൽക്കുവായിരുന്നു. എവിടെ എടാ അവര് വാറ് വിളിച്ച് അവര് ഇതാക്കിക്കോളാം. അവർക്ക് വേറെ അധികം സംസാരിക്കാനൊന്നുമില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു പയ്യനെ ഹോസ്റ്റൽ എടുത്തിട്ട് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, വാറ് വിളിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. നിക്ക് എല്ലാരും 15 പേര് ലൈനപ്പ് പറഞ്ഞ് റെഡിയാക്കി ഇട കേട്ടോ. പെട്ടെന്ന് ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ എല്ലാരും വന്ന് ഇനി ഡിലേ ആക്കരുത്. എല്ലാ സാധനവും എടുത്ത് ഗ്യാങ്സിന്റെ ഫ്രണ്ട് വന്ന്. പൃഥ്വിരാജിനെ അടുത്ത അടിച്ചിൽ പൃഥ്വിരാജിന്റെ അണ്ടി ആ പുണ്ടാച്ചൊക്കെ നോക്കിയിരിക്കുമല്ലോ നമ്മള്. ഒന്നും വരത്തില്ല, ചുമ്മാ എന്നെ കൊതിപ്പിക്കണ. എടാ എന്റെ ലൈവ് ട്രെൻഡിങ് വന്ന നോക്കിയടാ സിനിമനെ. എന്റെ ലൈവ് ട്രെൻഡിങ് വന്ന നോക്കിയേ. ഓ ചേട്ടാ പറ. എന്ത് ചെയ്യുന്ന ഇവിടെ അടി പൊട്ടിയോ? ഇവിടെ ഓജി 3 പേര് ഡൗൺ ആയോ? വാട്ട്? ഓക്കേ ബ്രോക്കർ സീൻ കിച്ചു ഡൗൺ ആയി. ഡിസ്പ്ലേ ക്യാപ്ചർ ഇല്ലടാ ഈ ഉണ്ടല്ലേ തീർന്നാ? പണി പപ്പട കില്ല് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമത്തിൽ പപ്പട സ്നൈപ്പ് നിക്ക്. എടാ അടിച്ച് തൊലച്ച് കഴിഞ്ഞു വാറ്. ഇതൊക്കെ ഒരടി നല്ല മര്യാദക്ക് കിട്ടിയിട്ടില്ല. ഇതാരടിക്കും സ്റ്റീവ്? ഇവനെന്ത് പ്രശ്നം? വണ്ടിയിലാരും ഇല്ല. വാറ് തീർന്ന്. നമ്മള് കറക്റ്റ് സ്ട്രൈക്ക് ചെയ്തോണ്ടിരുന്നല്ലേ അണ്ണാ? ബുള്ളറ്റ് ഡൗൺ ആണ്. ഓക്കെ തീർന്നു. ബുള്ളറ്റ് എവിടെ വീണാ? വാറ് തീർന്ന വെക്കുന്നതിന് മുന്നേ വാറ് തീർന്ന. ഓക്കെ ഹോൾഡ് ഓൺ. ജി ഇട്ടിട്ടുണ്ട്. What the fuck? കളി കഴിഞ്ഞ് മൊത്തം എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് ബാക്ക് അടിച്ചേ? 3-4 മിനിറ്റ് കിട്ടി. 5 മിനിറ്റ് എന്തായാലും സ്നൈപ്പ് പോകും. ഓൾഡൗൺ ആയി. നല്ല ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. വാറ് കാണാൻ വേണ്ടിട്ടാണ് ഇരുന്നേ. ലോങ്ങിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ അണ്ണന്റെ ഹെലി പറഞ്ഞതാണ്. അവന്മാരൊരു വണ്ടി അവിടെ മറിഞ്ഞു പോയിട്ടാ. അവിടെയാണ് കഴിവ് തുടങ്ങിയത് കേട്ടാ. നോക്കട്ടെ ഫസ്റ്റ് പിക്ക് ആരെയാണ്? സരക്ക് ഡാനി രാനൊരു പിക്ക്. മാഡി അവിടെ സാമി ഡൗൺ ആയിട്ടുണ്ട്. അടുത്ത പിക്ക് രണ്ട് പിക്ക്. ബുള്ളറ്റ് 2 പിക്ക്, രായൻ 2 പിക്ക്, നല്ല അടി അടിക്കുന്നുണ്ട്. ഓക്കെ തണ്ടറൊക്കെ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ ആ പറ. ശിവന് ഓക്കെ ചിച്ചുകോട് ഡൗൺ ആയിട്ടുണ്ട്. ചിച്ചുകോട് ഡൗൺ ആയി ഇവിടെ. പപ്പട വിനീത് അടുത്തത്. ബുള്ളറ്റ് അടുത്ത പിക്ക്. ബുള്ളറ്റ് ഒക്കെ ഏതാടി എങ്ങനെ സ്പെക്കൊക്കെ എവിടെയും പോണില്ല. VC വാ മര്യാദക്ക്. ചുമ്മാ ബുള്ളറ്റ് ഒക്കെ വിഷയോ അടിയടേ. ബുള്ളറ്റ് 3 പിക്ക് എടുത്തിട്ട് ഡൗൺ ആയി കേട്ടാ. വില്ലുമാൻ രണ്ടാമത്തെ പിക്ക്. സ്നൈപ്പ് പോകുന്നുണ്ട്. തണ്ടറിനെ കണ്ട് സ്നൈപ്പ്. തണ്ടർ കണ്ടില്ലേ? സ്നൈപ്പ് ഒരു പിക്ക്. അടുത്തത് ഓക്കെ പോപ്പി അടിക്കുന്നുണ്ട്. പോപ്പി ഡൗൺ ആയിരിക്കുകയാണ്. അടുത്ത പിക്ക്. സ്റ്റീവ് അടുത്ത പിക്ക്. ഇടിച്ചു വന്നാടാ സ്റ്റീവൊക്കെ. ആര് ഇടിച്ചു കൊല്ലെന്ന് പറഞ്ഞ കോൾ കൊടുക്കുന്നുണ്ട്. ഇടിച്ചു കൊന്നാണ്. അതെന്തൊരു വാറടാ അത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാരും ഭയങ്കര സ്റ്റിക്ക് ഓൺ ആയിട്ട് കളിക്കാൻ നോക്കും. ചേർത്തിട്ട് ഡൂഡൂച്ചിയെ കൂട്ടപ്പണ്ണത് വിഷമത്തിൽ പപ്പട അപ്പോഴേ
ഇപ്പൊ ചേട്ടാ എല്ലാരും സ്റ്റിക്കോണായി കളിക്കും ചേട്ടാ. ഒരിടത്ത് വിട്ടുപോയ എല്ലാവരും അവിടെ ഇറങ്ങി അടിക്കാൻ നോക്കും ചേട്ടാ. അപ്പൊ എല്ലാരും ചാടി ഇറങ്ങി അടിക്കും. അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വാർസയിൽ അങ്ങനെയാണ്. ഇതാകുമ്പോ തേടി പിടിച്ച് വണ്ടിയും ഓടിച്ച് പോകേണ്ട ആവശ്യം. അതെ അതെ, ഒരാളെ ഡൗൺ ഒരാള് ഇജാതി അടിയൊക്കെ എന്റെ പൊന്നോ. സിംഗ ഒന്നും ഇപ്പഴും ലൈനപ്പിൽ കയറില്ലടാ. കൊറേ നാളായല്ലോ തൊലിക്കാൻ തുടങ്ങിയിട്ട്. സിംഗൊക്കെ ലൈനപ്പിലുണ്ട് ചേട്ടാ, ലൈനപ്പിലുണ്ട്. ഇപ്പൊ നമ്മള് 15 വരെ മാറിയാണ് ചേട്ടാ ഇടുന്നത്. ഇപ്പൊ ഓവർ ആൾക്കാർ അധികമാ. അപ്പൊ ഓരോരുത്തരെ മാറ്റി ഇടും. ബാബുവിന് മാത്രം ഒരു ഇതില്ലല്ലടാ. ബാബു ലൈനപ്പിലില്ല. നമ്മള് അതല്ല, അതായിരുന്നില്ല എന്നെ എടുത്തതിന്റെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തു. ടിവിയിലോട്ട് വിളിക്കുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ R34 വന്ന് സിറ്റുവേഷൻ എടുക്കും. ഇപ്പൊ ലെഫ്റ്റില് സ്ക്രോൾ ഡൗൺ അതവിടെ ലൈവ് കണ്ട, ഗെയിമിംഗ് ലൈവിന്റെ താഴെ ഒരു ഗെയിമിംഗ് കണ്ട. ഗെയിമിംഗ് ഇല്ല ചേട്ടാ, എന്റെ ചാനൽ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഉണ്ടല്ലോ, ഞാൻ കണ്ടപ്പോ എന്റെ ഒന്ന് ലൈവ് വരും ചേട്ടാ. എന്റെ ലൈവ് ഇത് വരത്തില്ല. അപ്ലോഡ് ആയാലേ വരുള്ളൂ. ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോ ട്രെൻഡിങ് വരുമോ? മോനെ ട്രെൻഡിങ്ങിനകത്ത് ലൈവിനകത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് വാച്ച് വ്യൂസ് ബേസിലാണ്. അപ്പൊ ഇവനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ്. അപ്പൊ ഇവനകത്ത് കാണിക്കുന്നത്. അല്ല ചേട്ടാ, റിബലിന്റെ എല്ലാവരുടെയും വരും അങ്ങനെ. റിബലിന്റെ എല്ലാ ട്രെൻഡിങ്ങിലുണ്ട് ഇപ്പോഴും. എന്റെ ഒരു ദിവസം പോലും വന്നിട്ടില്ല ചേട്ടാ. എന്റെ ലാസ്റ്റ് ലൈവ് നോക്ക്. ഈ ലൈവിന്റെ വ്യൂസ് കണ്ടാ 24 hours വ്യൂസിന്റെ ഇത് നോക്ക്. 3,37,000, 2,66,000. എന്നിട്ടും വന്നില്ല ഒരെണ്ണം പോലും. എന്തോ ഒരു പ്രശ്നമുണ്ട് ചേട്ടാ, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്റെ ഇതുവരെ വന്നിട്ടില്ല. PUBG മൊബൈൽ ഗെയിം പ്ലേ, മല്ലു ഗെയിമേഴ്സ്, കേരള സ്ക്വാഡ്. ഡിസംബർ 31 കാറ്റഗറി മാറി കിടക്കുവാണ്. കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്തിട്ടേക്കുവാടാ, എന്നിട്ട് വരത്തില്ലടാ. 917 വീഡിയോ, യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh crore, 5 കോടി വ്യൂസ്.